ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞാൻ ഇന്നിവിടെ വന്നിട്ടുള്ളത് ഒരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ്. റവയൊക്കെ ഇട്ടിട്ടൊരു സ്നാക്കാണ് ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഒരു പാത്രത്തിലേക്ക് റവ ഒരു കപ്പ് ചേർത്ത് കൊടുത്തിട്ട് ചെറിയ തീയിലിട്ട് ഇത് നല്ലപോലെ ഒന്ന് വറുത്തെടുക്കണം. നല്ലപോലെ വറുത്തിട്ടുണ്ട്. റവ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്ത് ആ പാത്രത്തിൽ തന്നെ ഒരു കപ്പ് പാല് എടുത്ത് നല്ലപോലെ ഒന്ന് തിളക്കുന്നത് വരെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇത് ചെറുതായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഇതിലേക്ക് അരക്കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കണം. ഇനി ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ പാൽപ്പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നല്ലപോലെ തിളച്ച് വരുന്നത് വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ നെയ്യ് ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. എന്നിട്ട് ആ വറുത്ത് വെച്ച റവ ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. എൻ്റെ വീഡിയോ ഓഫായി പോയതുകൊണ്ട് അറിഞ്ഞില്ല. ഇതിൽ ഞാൻ റവ ചേർത്തിട്ടുണ്ട്. നമ്മൾ ആ വറുത്ത് വെച്ചിട്ടുള്ള റവ അല്ലേ, അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നല്ലപോലെ ഇളക്കി നല്ലപോലെ ഇത് കുറുകി വന്ന ശേഷം ഇതിലേക്ക് 1 കപ്പ് തേങ്ങ ചിരവിയത് ഇട്ടുകൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. റവയിലെ വെള്ളം വറ്റി ഒന്ന് സെറ്റായി വരുന്നത് വരെ ഇതൊന്നുകൂടി ഇളക്കി കൊടുക്കാം. ഇനി ഞാനിതിലേക്ക് 2 ടീസ്പൂണ് ടൂട്ടി ഫ്രൂട്ടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത് ഓപ്ഷണലാണ്, വേണമെങ്കിൽ ചേർത്താൽ മതി. ഇത് ഇടയിലൊന്ന് കടിക്കാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുക്കുന്നതാണ്. ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല, അല്ലാതെ തന്നെ ടേസ്റ്റായിരിക്കും. ഇത് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി കൊടുത്ത് ഇതിന് മേലെ പഞ്ചസാര 1 ടീസ്പൂൺ കൂടി ഒന്ന് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഞാനിവിടെ 1/2 കപ്പ് മൈദ എടുത്തിട്ട് 1/2 ടീസ്പൂൺ ഈസ്റ്റും 1/2 ടീസ്പൂൺ പഞ്ചസാരയും ചെറിയ ചൂടുള്ള വെള്ളത്തിൽ ഒന്ന് കലക്കി വെച്ച് ഒരു 5 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഇതിലേക്ക് ഒഴിച്ച് ഒരു പിഞ്ച് ഉപ്പും ചേർത്ത് കൊടുത്ത് നല്ലപോലെ കുഴച്ച് ഒരു അരമണിക്കൂർ നേരം റെസ്റ്റ് ചെയ്യാൻ വെച്ചതാണിത്. ഇനി അതൊന്ന് ചെറിയ ചെറിയ ബോൾസുകളാക്കി എടുത്ത് ഒന്ന് പരത്തി നമുക്ക് ഈ റവയുടെ മിക്സ് ഒന്ന് അതിൽ ഫില്ല് ചെയ്ത് കൊടുക്കണം. ഇനി ഞാനിവിടെ ചെറിയ ബോളുകളാക്കി പരത്തിയിട്ട് ഇതുപോലെ ഇനി ഇത് ഒരു 10 മിനിറ്റ് ഒന്ന് ഇവിടെ റെസ്റ്റ് ചെയ്യാൻ വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് പൊങ്ങി കിട്ടും. ചെറുതായിട്ട് ഒന്നുകൂടി പൊങ്ങും. അപ്പോൾ ഞാനിവിടെ ചീനച്ചട്ടിയിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ ചൂടായ ശേഷം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ റവയുടെ സ്നാക്സ് റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ.